നമ്മൾ ആദ്യത്തെ കവാടം ഇതുണ്ട്. ഈ കവാടം കടന്ന് വരുമ്പോൾ താഴെ കാണുന്നു പറഞ്ഞു. എൻ്റെ പൊന്നെ, ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ഭംഗി മനസ്സിലായത്. ആ കാണുന്ന ഗോപുരത്തിൻ്റെ അവിടെങ്കിലും ചെന്ന് ആ പ്രകാശം അല്ലെങ്കിൽ ആ ഇരുട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിഴലൊന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ അത് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിഴൽ എന്ന് വെച്ചാൽ ഈ കാണുന്ന വലിയ ഗോപുരത്തിൻ്റെ നിഴൽ അവിടെ പതിക്കുന്നില്ല. അതാണ് എൻ്റെ അർത്ഥം അല്ലേ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഭംഗി അറിയാൻ വേണ്ടി എൻ്റെ ഏറ്റവും പിറകിൽ പോയിട്ട് വന്നിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറയിൽ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ഉണ്ട് ഇതിൻ്റെ ഉയരം. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ആ ഓരോ ആർച്ച് അല്ലെങ്കിൽ ഓരോ ഡിസൈനുണ്ടോ, ഈ ഡിസൈനെല്ലാം ഒരേ കണക്കിരിക്കുവാണ് കേട്ടോ. അങ്ങോട്ട് ആ മുക്കും മൂലയും എല്ലാം ഒരേ കണക്കത് വരണമെങ്കിൽ അതാണ് അതിൻ്റെ നിർമ്മാണ രീതി. ആ തച്ചനെ സമ്മതിച്ചു കൊടുത്തതല്ലേ, എന്ത് പെരുന്തച്ചനല്ലേ. തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ ബൃഹദീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് ഈ തഞ്ചാവൂർ പെരിയ കോവിൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ചോള സാമ്രാജ്യത്തിൻ്റെ കാലത്ത് രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ചതാണ് ഇത്. കന്യാകുമാരി തുടങ്ങിയാണ് 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ജില്ലകൾ വന്നിരിക്കുക. എവിടെ വന്നിരിക്കുന്നത്? നമ്മളിപ്പോ തഞ്ചാവൂർ. ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഞാൻ ദേഹത്ത് വരട്ടുന്ന. നീ രാവിലെയും വരട്ടിയില്ലേ? ഇത് രാവിലെയും വരട്ടി. രാവിലെ വെയിലുണ്ട്, ഉച്ചയ്ക്ക് വെയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഇനിയിപ്പം ഇറങ്ങാൻ പോവല്ലേ. ഓക്കെ, എവിടെ വന്നേക്കുന്നുണ്ടോ? ഈ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ടെമ്പിൾ അല്ലേ ഇത്? എന്ത് പേരെന്തോ അല്ലേ? അതൊരു വല്ലാത്തൊരു പേരായിരുന്നു. പക്ഷെ നമ്മൾ ഇത് അറിയപ്പെടുന്നത് തഞ്ചാവൂർ വലിയ കോവിൽ എന്നാണ് പറയുന്നത്. അതിന്റെ പേര് ഇച്ചിരി പാടാണ്. അങ്ങനെ എന്തോ ഒരു ബൃഹദേശ്വര ക്ഷേത്രം. നമ്മളെ പൊന്നിയിൻ സെൽവൻ സിനിമയിലും അതുകൂടെ തന്നെ ഒരുപാട് റീൽസിൽ കണ്ട ആ അത്ഭുത നഗരത്തിൽ വന്നിരിക്കല്ലേ, ആ അത്ഭുത ക്ഷേത്രത്തിൽ വന്നിരിക്കല്ലേ കാണാൻ. ഇത് ഏതിന്റെ ആയിരുന്നു പറഞ്ഞേ? നമ്മുടെ മരിയാസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. എന്താ ഐറ്റം ഇത്? ബോഡി ലോഷൻ. കഴിഞ്ഞോ? പോയാലോ? എനിക്ക് ഞാനൊന്നും റെഡി. നീ മുഖത്തിടുന്നില്ല? ഇത് മുഖത്തും ഇടാം, പക്ഷെ ഞാനിപ്പോ മേക്കപ്പ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് മുഖത്തിടുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മറിയാസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി പ്രോഡക്റ്റ് ആണ്, ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് പറയാം അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് നമ്മളിത് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നല്ല കമന്റ് ഇട്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നുണ്ട്. നമ്മളിപ്പോൾ എവിടെ നിൽക്കുകയാണെന്ന് അറിയാം. നമ്മളിപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കുന്ന അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അറിയത്തില്ല ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും കാണാം അല്ലേ. ഒരു കോട്ട മതിൽ പോലെ പണിഞ്ഞു വെച്ചിരിക്കുമല്ലേ, എന്നാ വലിപ്പമാണ്. അകത്തോട്ടുള്ള കാഴ്ച എന്തായിരിക്കും അല്ലേ? അതിലും അടിപൊളിയായിരിക്കും. 2 ശ്രീകോവിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 പ്രതിഷ്ഠ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഒന്ന് ആദ്യം ഇവിടെ ഒന്ന്, അടുത്തത് അവിടെ ഒന്ന്. ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന ഭക്തന്മാർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഗണപതി അമ്പലമാണ്. അങ്ങനെ നമ്മളെ കവാടം കടന്ന് അകത്തോട്ട് കയറാൻ പോയില്ലേ? കയറുമല്ലേ? ഇതാണ് എൻ്റെ കവാടം കേട്ടോ. നിർമ്മാണം ഞാൻ വിചാരിച്ച് പാറ കൊണ്ട് നിർമ്മിച്ചായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മൾ പൊന്നിയിൻ സെൽവൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളെ ഒരുപാട് റീൽസിലും എല്ലാം കണ്ടു. ഒരുപാട് പേര് റീലൊക്കെ വന്നെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാ അത് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. പാറയും ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൂടെ തന്നെ വേറെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം, സൂപ്പർ അല്ലേ? സൂപ്പർ. നമ്മളിതിനകത്തോട്ട് കയറുമ്പോഴേ നമ്മൾ ചെരുപ്പുണ്ടെങ്കിൽ ചെരുപ്പ് ഒരു ബാഗ് എടുത്തിട്ട് ആ ബാഗിനകത്തോട്ട് ആക്കി കൊടുക്കണം അല്ലേ? അതെ, നമുക്ക് ചെരുപ്പ് വെക്കാം. നിങ്ങൾ വെച്ചോ. ബാഗ് വെക്കുന്നതിന് 20 രൂപയും ചപ്പൽ വെക്കുന്നതിന് 1 രൂപയാണ്. നമ്മൾ ആദ്യമേ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ ഇത് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് പെരിയ കോവിലോട്ട് കയറാൻ പറ്റും അല്ലേ? അവിടെ ഈ സൈഡിൽ ഇങ്ങനെ തൂക്കി ഇട്ടേക്കും. അപ്പൊ നമ്മുടെ ചെരുപ്പിരിക്കുന്നത് A111. നമ്മൾ ചെരുപ്പ് വെച്ചപ്പോൾ അവിടെ നമുക്കൊരു രസീത് തന്നിട്ടുണ്ട്. ഈ രസീത് കൊണ്ട് തിരിച്ചു തന്നാലേ നമ്മുടെ ചെരുപ്പ് കിട്ടുള്ളൂ. ഒരു ജോഡി ചെരുപ്പിന് 1 രൂപ, 2 ജോഡി ചെരുപ്പിന് 2 രൂപ. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, ഇതുകൊണ്ട് തിരിച്ചു വരണം അല്ലേ? അതെ. വിനീഷ, എന്താണോ യാത്ര തുടങ്ങുന്നില്ലേ? അകത്തുള്ള കാഴ്ചകൾ കണ്ട് ഞെട്ടാൻ പോയുവാണ്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ചെറിയ ഷോർട്സ് ആയിട്ടായിരിക്കും കണ്ടത്. പക്ഷെ ലെങ്ത് വീഡിയോ വേറെ ആരും അങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നത് ഇല്ലേ? ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. അന്നേരം ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. തുടങ്ങിയാലോ? ഓക്കെ, അകത്തോട്ട് കയറാൻ പോയല്ലേ? അതെ. സൂപ്പർ. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ?
എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരും ഇവിടെ. തരാം. നമ്മൾ ആദ്യത്തെ കവാടം ഇതുണ്ട്. ഈ കവാടം കടന്ന് വരുമ്പോൾ കാണുന്നു പറഞ്ഞു. എൻ്റെ പൊന്നെ, ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ഭംഗി മനസ്സിലായത്. എന്നെ അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കണ്ണിൽ നിന്ന് പെട്ടെന്നൊക്കില്ലേ ആ ആകാശ നീലയും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി കേട്ടോ. ഇല്ലേ എന്നാൽ നമ്മൾ ആദ്യത്തെ കവാടം എന്ന് വെച്ചാൽ ഈ ഗോപുരം കടന്ന് ആദ്യം തന്നെ കയറുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന വലിയൊരു ഗാർഡൻ അല്ലേ. അപ്പുറം ഇപ്പുറം വിശാലമായ ഒരു ഗാർഡനാണ് കാണുന്നത്. അന്നേരം അടുത്ത ഗോപുരത്തിലോട്ട് പോവില്ലേ. പക്ഷേ സൂര്യൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയാട്ടോ. അന്നേരം അതേ കണക്കിന് ഈ ഗോപുരം കണ്ടോ, പക്ഷെ അതിന് വലിയൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. പക്ഷെ പ്രകാശം നേരെ തിരിച്ചാണെങ്കിൽ കിഴക്കുനിന്ന് പടിഞ്ഞാട്ട് അടിക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. പക്ഷെ ഒരുപാട് ശില്പങ്ങൾ കാണാൻ കഴിയില്ലേ വിനീഷ? ഒരുപാട് ശില്പങ്ങൾ തൊട്ട് വല സൈഡിലും ഇട സൈഡിലായിട്ട് വലിയ ഒരു ശില്പങ്ങൾ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ അതും ഭയങ്കര സൈസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് സൂപ്പർ അല്ലേ. എന്നാൽ ഈ ഒരു കാഴ്ച അടിപൊളി കേട്ടോ വിനീഷേ. സൂപ്പർ അടിപൊളി. ആകാശ നീലം കൂടെ ആയപ്പോഴത്തേക്കും സൂപ്പർ, നല്ല രസം. കണ്ണിന് പ്രത്യേക കുളിർമ വരുന്നതാണ് കാലിലായി. ആണോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിനൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ഇവിടെ ആരും ഇല്ല അല്ലേ? അതെ. നമ്മളെ അകത്തോട്ട് കയറാൻ പോകും. പക്ഷെ ഫോൺ അലോഡ് ആണെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഫോൺ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. ഫോൺ അലോഡാണ്, കുഴപ്പമൊന്നുമില്ല. അന്നേരം രണ്ടാമത്തെ കവാടം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഗോപുരത്തിൻ്റെ ഭംഗിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നാലേ അറിയത്തുള്ളൂ. കാരണം ഇതെല്ലാം പാറ കൊണ്ട് നിർമ്മിച്ചാണ് കേട്ടോ. അന്നേരം അടുത്ത ഗോപുരം ഞാൻ വിചാരിച്ചു അവിടെ ചെക്കിങ് കാണുമെന്ന് വിചാരിച്ചാണ്. എൻ്റെ അമ്മോ സൂപ്പർ കേട്ടോ. ഇതൊന്നും അല്ല കാണേണ്ട കാഴ്ച. ഇടത്തോട്ട് നോക്കേ, ഇവിടെ ഒരുപാട് നിർമ്മിതിയുണ്ട് കേട്ടോ. ഒരുപാട് നിർമ്മിതിയുണ്ട് എടാ. മെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ മെയിൻ കാഴ്ച വെച്ചിട്ട് പിറകോട്ട് പോയാലേ ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാം ഒരുപാട് കൊത്തുപണികളല്ലേ, ഒരുപാട് കൊത്തുപണി. ഇതെല്ലാം പാറയിലാണ് ഈ കൊത്തുപണിയെല്ലാം തീർത്തിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം പാറയിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇങ്ങോട്ടൊക്കെ പറയാ സൂര്യപ്രകാശം വൈകുന്നേരം ഞങ്ങൾ ഏകദേശം 4 മണി സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാളെ വരാനിരുന്നേ ഞങ്ങള്. പക്ഷെ എന്തോ ഇന്നിങ്ങ് കേറാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെയും കേറി. ഒരു രക്ഷയില്ല കേട്ടോ. ആ സൂര്യപ്രകാശത്തിൽ ആ ഒരു ഗോൾഡൻ സൂര്യപ്രകാശം ഇല്ലേ, ബോർഡർ ആ സൂര്യപ്രകാശത്തേക്ക് വെട്ടി തിളങ്ങുകയാണ്. പൂർണ്ണമായിട്ടും പാറ കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. ഓരോരോ പ്രതിഷ്ഠകൾ നമ്മൾ ഇതിനകത്തുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയില്ല. ശിവലിംഗം ഇരിക്കുന്നു. ഇതെല്ലാം പാറ കൊണ്ട് നിർമ്മിച്ചതാണ്. കാണുമ്പോൾ വിചാരിക്കും നമ്മൾ പാറയല്ലാന്ന് തോന്നുന്നില്ലേ. കാരണം ഇത് ചുമന്ന നിറത്തിലാണ് ഇരിക്കുന്നത്. ഒരു കാവി ചുവപ്പ് നിറത്തിലാണ് ഇതെല്ലാം കാണപ്പെടുന്നത്. ഇവിടെ ഒരു ശിവലിംഗം കാണാൻ കഴിയുന്നുണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ഒരു കോർണറിൽ നിന്നുള്ള കാഴ്ച ഇതൊക്കെ കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഈ അത്ഭുതത്തോടെ പറയുന്നതല്ല കേട്ടോ. അത്ഭുതം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് കേട്ടോ. ഇതിന്റെ ശില്പി സമ്മതിച്ചു കൊടുത്തേ പറ്റൂല്ലേ. എത്ര പേരുടെ അധ്വാനമായിരിക്കും ഈ കാണുന്നത് അല്ലേ. എനിക്കൊന്ന് കുറെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. കുറെയൊക്കെ നശിച്ചു പോയി ഈ ഭാഗത്തൊക്കെ. അവരത് പിന്നെയും പഴയതുപോലെ ആക്കി നോക്കി. അതെല്ലാം സിമെന്റ് ഒക്കെ ഉപയോഗിച്ചാൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ഭംഗി കുറവ് അവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് രണ്ടാമത്തെ ഗോപുരമാണ്. അതും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത് നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് നോക്കണം. ഇനി നമ്മൾ ഈ കാണുന്ന മെയിൻ ക്ഷേത്രം, ശിവക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗത്ത് ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ എന്ത് പറയുന്നത് നിഴല് ഒന്നും നിലത്ത് പതിക്കില്ല എന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണോ അല്ലേ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോവുകയാണ്. അതാണ് ആ സൂര്യപ്രകാശം അടിക്കുന്നുണ്ടോ. സൂര്യൻ നിൽക്കുന്ന ഇടത് സൈഡാണ്, നമ്മൾ ഈ ഗോപുരം നിൽക്കുന്നത് വലത് സൈഡാണ്. ആ നെല്ല് ഇവിടെ വന്ന് അടിക്കേണ്ടതാണ്. പക്ഷെ മനുഷ്യരുടെ നെല്ലുണ്ടോ, ഈ ചേട്ടൻ നിൽക്കുന്നുണ്ടോ, ആ ചേട്ടൻ നെല്ലുണ്ടോ നിൽക്കുന്നത് ഉണ്ടോ, അദ്ദേഹത്തിന് നെല്ലുണ്ടോ, അതുപോലെ ഗോപുരത്തിന്റെ നെല്ല് വരേണ്ടത് അദ്ദേഹം നിൽക്കുമ്പോൾ ആ നെല്ലുണ്ടോ. പക്ഷേ ഈ ഗോപുരത്തിന്റെ നെല്ല് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അതുള്ളത് തന്നെ കേട്ടോ. ഇതെങ്ങനെ സാധിക്കുന്നു? അന്ന് ഈ പറയുന്ന എന്തായിരുന്നു, ആരായിരുന്നു ഇതിന്റെ ശില്പി? അയ്യോ, കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചൻ. അതെ, അദ്ദേഹത്തിന്റെ പേരതാണ് കേട്ടോ. അയാളെ തല അല്ലെങ്കിൽ അയാളുടെ ബ്രെയിൻ ഭയങ്കര സംഭവം തന്നെയായിരുന്നില്ലേ. അതെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നന്ദി ഭഗവാൻ ഇരിക്കുന്നതാണ്. നന്ദിയുടെ വലിയൊരു വിഗ്രഹം കേട്ടോ ഇരിക്കുന്നത് അവിടെ.
ഭയങ്കര സൈസ് ഇരിക്കുവാണ്, വലിയൊരു വിഗ്രഹമാണ്. പക്ഷേ ഇത് രാവിലെ ആയിരുന്നെങ്കിലേ നമ്മൾ ഈ കാണുന്ന ഗോപുരം ഉണ്ടല്ലേ അതിന് നല്ല വെട്ടിത്തിളങ്ങി നിൽക്കുമായിരിക്കും അല്ലേ, ഇതേപോലെ നിൽക്കുന്നുണ്ടല്ലേ, എങ്ങനെയുണ്ട്? പക്ഷെ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് തൊട്ട് പറയാനിരിക്കുന്ന ആ ഒരു ഗോപുരത്തിന്റെ ഭംഗിയില്ലേ. എനിക്ക് ചുമന്ന പെയിന്റ് അടിച്ചാണോ അതോ പാറയാണോ അറിയാൻ വയ്യ എന്താ സംഭവം. എന്തായാലും കൊള്ളാം. നമ്മൾ ഓൾ തമിഴ്നാട് യാത്രയിലാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന 8ാമത്തെ ജില്ലയിലാണ് അല്ലേ, തഞ്ചാവൂരാണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചയാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ, അതായത് തഞ്ചാവൂർ പെരിയ കോവിൽ. അവിടെയാണ് നിൽക്കുന്നത്. അന്നേരം ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യ ഫോണും കൊണ്ട്. എന്നാലും നമ്മൾ കയറാൻ പോവുകയാണ്. ഈ സൈഡിൽ നമ്മളൊരു ചുറ്റുമതിലുണ്ട്. ഈ കാണുന്ന ചുറ്റുമതിലെല്ലാം ഫുള്ളും പാറ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലേ. ഫുള്ള് ഈ ചുറ്റുമതിൽ കംപ്ലീറ്റും ആ 2 കവാടവും ഒന്ന് അവിടെയുണ്ട്, ഇതവിടെയുണ്ട്. ആ 2 കവാടം കടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു മതിലുണ്ട്, കോട്ട പോലെ അല്ലേ, കോട്ട മതിൽ പോലെ ചുറ്റിനും മതിലുണ്ട്. ആ മതിലിനകത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ ശിവലിംഗം ഇവിടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏതാണ്ട് 126 മറ്റോ അടി ഉയരത്തിലുള്ള ശിവലിംഗം. അത് ആദ്യമായിട്ട് സ്ഥാപിച്ചത് തഞ്ചാവൂര് പെരിയ കോവിലാണ്. അന്നേരം നമുക്ക് അതോട്ടൊന്ന് അത് പുറത്ത് കാഴ്ച ഒന്നുകൂടെ കണ്ടാലോ ഒന്ന്. അന്നേരം കാഴ്ച വളരെ മനോഹരമാണ്. സൂര്യപ്രകാശം അവിടെ നിന്ന് അടിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗത്ത് ഒരു നിഴല് വരുന്നത്. പിന്നെ എൻ്റെ ശില്പിയുടെ അടുത്തൊരു അന്ന് നിർമ്മിച്ച രാജാവ് ചോദിച്ചായിരുന്നില്ല ഇത് തകർന്നങ്ങനെ വീഴുമെന്ന്. കാരണം തകർന്നു വീഴുന്നല്ല, ഇത് നിലം പതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ നിലം പതിക്കുമോ എന്ന്, സൂര്യപ്രകാശം പോലും നിലം പതിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനല്ലേ? സൂര്യപ്രകാശം പോലും നിലം പതിക്കത്തില്ല, അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഇങ്ങനെ ഞങ്ങൾ കേട്ടായിരുന്നു. ആ കാണുന്ന ഗോപുരത്തിൻ്റെ അവിടെങ്കിലും ചെന്ന് ആ പ്രകാശം അല്ലെങ്കിൽ ആ ഇരുട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിഴലൊന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ അത് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിഴല് എന്ന് വെച്ചാൽ ഈ കാണുന്ന വലിയ ഗോപുരത്തിൻ്റെ നിഴല് അവിടെ പതിക്കുന്നില്ല. അതാണ് എൻ്റെ അർത്ഥം അല്ലേ. അതെ വിനീഷ, ഇത് എത്ര പറഞ്ഞാലും മതി വരില്ല. അത് നിങ്ങൾ വന്ന് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ. ഒരു തവണയിലും വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും, അതിലൊക്കെ ഒരു അതിശയം തോന്നും. അന്നേരം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തോട്ട് പോവുകയാണ്. അവിടെയൊക്കെ മനുഷ്യർ ഇരിപ്പുണ്ടോ, കണ്ടാൽ പറയുമോ ചെറിയ കടുകുമണിയാണ് അത്രയേ ഉള്ളില്ലേ. കാരണം ആ ഒരു ഗോപുരം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യരൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ശില്പിയുടെ ചിന്താഗതി അല്ലെങ്കിൽ ശില്പി എന്തായിരുന്നു ഇല്ലേ. ഇവർ ഇങ്ങനെ കണക്ക് കൂട്ടില്ല. കാരണം ഓരോ കോണും മുക്കും എല്ലാം ഒരേ കണക്കിരിക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് കാൽക്കുലേഷനാണ്. മലയാളത്തിൽ പല വാക്കുകളുണ്ട്, വാക്കുകൾക്ക് ഒരുപാട് പഞ്ഞം വരുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ, നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഇവിടെ നോക്കിയാലേ ഒരുപാട് നമ്മൾ കാണുന്ന ഫ്ലോർ ഉണ്ടല്ലോ, ഫുള്ളെന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ചുടുകട്ടൊക്കെ അല്ലേ. അത് നക്കൊള്ളായല്ലേ, അത് ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചുടുകട്ടയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അമ്പലം കൊണ്ട് നോക്കുമ്പോഴുള്ള ആ ഒരു ഉയരം കണ്ടോ, ഒരു രക്ഷയില്ല. ഞാൻ വേറൊന്നുകൂടെ കാര്യം, നമ്മൾ ആദ്യം കടന്നു വന്നപ്പോൾ ഉള്ള ഗോപുരം, ആ ഗോപുരത്തിൻ്റെ ഭംഗിയുണ്ടോ, സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടോ. ഓക്കെ, അന്നേരം ഞങ്ങൾ അകത്തോട്ട് ഫോണും കൊണ്ട് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ വന്ന വഴി ആദ്യം കണ്ട ആ ഭാഗത്തൂടെ കയറുകയും ഇതിലൂടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ ചുറ്റുമതിൽ പോലെ ഈ കോട്ട ഇങ്ങനെ നിൽക്കുവാണ് അല്ലേ. ഇതിനകത്തും കുറേ ബിൽഡിങ്സും എന്തോ റൂംസൊക്കെ കേട്ടോ. അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അത് ഈ കാണുന്ന അമ്പലത്തിന് ചുറ്റിനും ഇങ്ങനെ 4 സൈഡിലായിട്ട് നിൽക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ലൈഫിൽ സത്യം പറയാം വന്ന് കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. ഒരു പ്രാവശ്യം എൻ്റെ കൂടെ കൂട്ടുകൂടി ഉണ്ടല്ലേ നിനക്ക് വരാൻ പറ്റിയത്, അല്ലെങ്കിൽ പറ്റുമായിരുന്നു. പല ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ഓരോ പെൺകുട്ടികൾക്കേ അല്ലേ, ഒരുപാട് ലിമിറ്റേഷൻ അല്ലേ. പക്ഷെ അതൊക്കെ ഭേദിക്കണം, സമയം കഴിഞ്ഞു. ഭേദിക്കാൻ ഞാൻ പറയട്ടെ, ഫാമിലി എത്ര കോപ്പറേറ്റീവ് ആണെങ്കിൽ പ്രശ്നമില്ല, അല്ലാതെ അവർക്ക് പോസിബിൾ അല്ല. അതെ, കാരണം നമ്മൾ ഇന്നലെ കണ്ട ആ കുഞ്ഞിനെ തന്നെ ചിന്തിച്ചൂടെ, ഇതുവരെ കടൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അയ്യോ, ഇങ്ങോട്ട് വരുന്തോറും ആ സൂര്യപ്രകാശം ഈ ക്ഷേത്രത്തിന് പിറകു വശത്തോട്ടാണ് വരുന്നത്. ആ ഒരു ഭംഗിയുണ്ടോ. ഞാൻ ഈ ഫുള്ള് കിട്ടാൻ വേണ്ടി പിറകോട്ട് നടക്കുവാണ്. പക്ഷേ അത് ഒരിക്കലും ഫുള്ള് ഈ ക്യാമറയിൽ പതിയുന്നില്ല. എത്ര വഴിയിട്ടിട്ട് അത് പതിയുന്നില്ല, കാരണം അത്രയും വലുതാണ് സംഭവമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച കാണാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഭംഗി അറിയാൻ വേണ്ടി ഇതിൻ്റെ ഏറ്റവും പിറകിലോട്ട് വന്നിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറയിൽ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ഉണ്ട് ഇതിൻ്റെ ഉയരം. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ആ ഓരോ ആർച്ച് അല്ലെങ്കിൽ ഓരോ ഡിസൈനുണ്ടോ, ഈ ഡിസൈനെല്ലാം ഒരേ കണക്കിരിക്കുവാണ് കേട്ടോ. അങ്ങോട്ട് ആ മുക്കും മൂലയും എല്ലാം ഒരേ കണക്കത് വരണമെങ്കിൽ അതാണ് അതിൻ്റെ നിർമ്മാണ രീതി. ആ തച്ചനെ സമ്മതിച്ചു കൊടുത്തതല്ലേ, എന്ത് പെരുന്തച്ചനല്ലേ. ഓക്കെ, പാറ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്തിരിക്കുകയാണ്. ഇത് അതേ കണക്ക് തന്നെയാണ്. കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാൻ കഴിയും അല്ലേ? അതെ, അത് ഇതിൻ്റെ ഏറ്റവും പിറകിലായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. അതിനകത്തും ആൾക്കാർ കയറി തൊഴുകയെല്ലാം ചെയ്യുന്നുണ്ട്, അകത്ത് മന്ത്രങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ഇതൊരു ഗണപതി കോവിൽ കേട്ടോ, ഗണപതി അമ്പലമാണ്. ഇതിനകത്ത് ഒരുപാട് ഭക്തന്മാർ എന്ന് വെച്ചാൽ ശബരിമലയിൽ നിന്ന് വന്ന അയ്യപ്പന്മാരാണ് ഇതിനകത്ത് കൂടുതലും ഇതിനകത്തുള്ളത്. അവരതിനകത്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഒരുപാട് ഇതാണ്, കുറേ നിർമ്മിതിയുണ്ട്. നമ്മൾ അവിടെയും കൂടെ പോയി നോക്കാം. ഇതാണ് നമ്മളെ ക്ഷേത്രത്തിൻ്റെ പിറകുവശം. പിറകുവശം പൂർണ്ണമായിട്ടും കാണണമെങ്കിൽ കുറേ ബാക്കിലോട്ട് പോയിട്ട് വേണം കാണാൻ. ഇപ്പോൾ ഒരു രസം തോന്നില്ലല്ലേ? പക്ഷെ പിറകോട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഫോൺ അങ്ങോട്ട് ചരിച്ച് പിടിക്കണം കണ്ടോ. അയ്യോ, എന്താ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ടേ ഫുള്ളും കാണാൻ കഴിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, മേള് കാണുമ്പോൾ താഴെ കാണുന്നില്ല, താഴെ കാണുമ്പോൾ മേള് കാണുന്നില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. കാരണം അത് അത്രയ്ക്കും കൊണ്ടില്ലേ. ഞാൻ ഒരു കാര്യം ചെയ്തു വിനീഷ, ഇതിനൊരു ഒരു ഡാമേജ് വന്ന് അതൊരു മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കില്ലേ? മെയിൻ്റെനൻസിന് വരത്തില്ലല്ലോ, അത്ര റിസ്ക് ഏതെങ്കിലും മണ്ടന്മാർ ഏറ്റെടുക്കും. ഓ അങ്ങനല്ല, മെയിൻ്റെനൻസ് ചെയ്യുമായിരിക്കും. മെയിൻ്റെനൻസ് ചെയ്യാതെ ഇപ്പോഴിങ്ങനെ നിൽക്കത്തില്ലല്ലോ. അങ്ങനെ മെയിൻ്റെനൻസ് ഞാൻ വിചാരിച്ചു ഇതിനി എങ്ങാനും എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്ന ഇതുപോലെ പണിയാനൊന്നും ഇനി ആർക്കും ഇങ്ങനെ പണി ആരും കാണില്ല. ആരാ പണിയുന്നത്? അവിടെ കുറെ എനിക്കൊന്ന് ഹിസ്റ്ററീസ് ആണെന്ന് നമ്മളെ ഈ നിലവിൽ നമ്മളെ താജ്മഹൽ പണിഞ്ഞ ശില്പിയുടെ കൈവെട്ടി കളഞ്ഞെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഈ ശില്പിയുടെ കൈവെട്ടി കളഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താ, അവരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു. അവരുടെ ഓർമ്മകളാണ് ഈ കാണുന്നതൊക്കെ. ബാക്ക് സൈഡ് നോക്കിയാ ഇവിടെയാണ് ശിവലിംഗം. കൂടുതലും ശിവലിംഗ പ്രതിഷ്ഠ അവിടെ ഒരുപാട് കാണാൻ കഴിയില്ലേ? ഇവിടെ ശിവനും നന്ദി ഇരിപ്പുണ്ട്. അതിന്റെ ബാക്കിൽ എന്തോ സ്റ്റോറി ഉണ്ട്. പക്ഷേ സ്റ്റോറിയാണ് അത്. നിലവിൽ ഇതിൻ്റെ കാണാൻ ചുമരിലൊക്കെ കുറേ ചിത്രങ്ങൾ കാണാൻ കഴിയും. ഈ ചോളരാജ വംശരുടെ സ്റ്റോറീസ് ആണ് ഇവിടെ കൂടുതലായിട്ട് എഴുതി ചേർത്തിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞായിരുന്നില്ലേ? ഓക്കെ, നമ്മളെ പൊന്നിയിൻ സെൽവൻ എന്ന സിനിമ കണ്ടതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇതെന്താണെന്ന് കുറേ അറിയാം അല്ലേ? ഞാൻ ആ പടം കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇനി ചെന്നിട്ട് എനിക്ക് ആ പടം ഒന്ന് കാണണമെന്ന്. 2 പാർട്ടുണ്ട്, 2 പാർട്ടും കാണണം. അന്നേരം അതിനകത്ത് എന്തോ സ്റ്റോറി ഉണ്ട്. നിലവിലും നാച്ചുറൽ പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും അത് വരച്ചിരിക്കുന്നത്. നശിപ്പിച്ച് കളഞ്ഞില്ല, കാരണം ഒരുപാട് പഴക്കം തോന്നുന്നുണ്ട്. പക്ഷെ അതിനകത്തെല്ലാം കുത്തി വരച്ചേക്കുന്നു പലയിടത്തുമായിട്ട്. എനിക്ക് ആരോ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും അല്ലേ? അറിയത്തില്ല. കണ്ടോ, അവിടെ ഒരുപാട് കുത്തി വരച്ച് കളഞ്ഞേക്കുന്നുണ്ടോ? ആ ഒരു മുഖത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ വര വീണ് നടക്കുന്നുണ്ടോ? അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടേക്കുന്നത്. അന്നേരം നമുക്ക് എൻ്റെ ഫ്രണ്ടിലോട്ട് നിന്നാലോ? നമുക്ക് ഇതിലം വഴി അങ്ങനെ അങ്ങ് പോകാം. എങ്ങനെ? ഇതിലം വഴി അങ്ങോട്ട് പോവാം, ഇവിടെ ഇത്രയും ഭാഗം കവർ ആവുമല്ലോ. അതെ അതെ. ഞാൻ ഇങ്ങനത്തെ കാര്യം ചോട്ടെ, കുറച്ച് മരങ്ങൾ ഇതിനകത്തുണ്ടല്ലേ? ഇതാ ഒരു വലിയൊരു മരം വേപ്പിൻ്റെ വലിയൊരു മരം കണ്ടോ നിൽക്കുന്നത്. അവിടെ ഒരു കിണറുണ്ട്. എന്നാലും ഈ ഒരു കാഴ്ച നോക്കെ തിളങ്ങി സ്വർണം ഇല്ലേ? സ്വർണം പോലെ തിളങ്ങി നിൽക്കുകയാണ്. വിനീഷ ഇവിടെ വന്ന് നിന്നേ, നിന്റെ കുറച്ച് റീൽസൊക്കെ ഞാൻ എടുത്തു തരാം. കാരണം ഒരുപാട് പേര് റീൽസിലാണ് നമ്മൾ ഈ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്. വിനീഷ നേരം മുമ്പോട്ട് പോയാലോ? ഓക്കെ. ശരിക്കും ആൾക്കാർ വരുന്നുണ്ടല്ലേ? മലയാളീസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന വഴിക്ക് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. കേരള വണ്ടിയെ
സത്യം പറഞ്ഞാൽ കേരള വണ്ടി കാണാൻ ഇവര് സന്തോഷമല്ലേ? നമ്മളിവിടെ വന്നപ്പോൾ ഒരു കേരള ആൾക്കാരെ കണ്ടായിരുന്നു. ഒരു തമിഴ്നാട്ടിൽ വന്നപ്പോൾ തമിഴ് മാത്രമേ പറയുന്നുള്ളൂ. തിരുവനന്തപുരംകാരായിരുന്നു 2 ചേട്ടന്മാർ. അവർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് സംസാരിക്കുക. നമ്മൾ വേറെ ട്രാഫിക്കിനിടയ്ക്ക് വിട്ടപ്പോഴേ ഒരു കേരള വണ്ടി നമ്മൾ കണ്ടില്ലായിരുന്നോ? അവർ നമ്മളെ കൈ കാണിക്കുകയും ചെയ്ത് നമ്മൾ അങ്ങോട്ടും കൈ കാണിച്ചില്ലേ? ആ സ്ഥാനത്ത് നമ്മൾ കേരളത്തിലായിരുന്നെങ്കിലോ കാണിക്കുമായിരുന്നോ? ആരാണെങ്കിലും നോക്കത്തില്ല ഇല്ലല്ലേ? ഇവിടെ കണക്കാനാണ് ഈ കാണുന്ന ചുറ്റുമതിലിനകത്ത് എല്ലാം ഇത് കണക്ക് ഒരുപാട് നിർമ്മിതിയുണ്ട്. ഇവിടെ എല്ലാം കൂടുതൽ ശിവലിംഗങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ഈ ചോളരാജ എന്ന ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ സ്റ്റോറി നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. ഈ പറഞ്ഞ നാച്ചുറൽ പെയിൻറ്റിങ് ആയിരിക്കും. അകത്തുള്ള കാഴ്ച ഇതാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ എല്ലാം അത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ പറഞ്ഞു കുറേ നശിക്കപ്പെട്ടു. ഇതും ഒരു ക്ഷേത്രമല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ കണ്ട ഗണപതി ക്ഷേത്രമായിരിക്കും. ഇതും നേരം അങ്ങോട്ട് പോകല്ലേ? പോകും. ഇവിടെ എല്ലാം ഈ പറഞ്ഞ ശിവലിംഗം കൂടുതലും വെച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന കോട്ടയെല്ലാം ശിവലിംഗം തന്നെയാണ് ഇരിക്കുന്നത്. അതെന്തായിരിക്കും അതിൻ്റെ കാര്യം? അത് നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം കേട്ടോ. ശിവലിംഗമുണ്ട്. ഒരുപാട് സ്റ്റോറി ഞാൻ പറഞ്ഞില്ല, കഥ അല്ലെങ്കിൽ ചിത്രം ഒരുപാട് കൊണ്ട് അത് അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയാണെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അതെ, ഇതിൻ്റെ ഈ ഒരു സ്റ്റോറി അറിയാവുന്നവർ കാണുമല്ലോ. പലതും ഞാൻ പറഞ്ഞില്ല, പലതും മാഞ്ഞു പോയി, പലതും നശിപ്പിച്ച് കളഞ്ഞു. അതൊക്കെ ഉണ്ടോ വാട്ടർ ഈ പറയുന്ന നാച്ചുറൽ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതൊക്കെ ഒരുപാട് പഴക്കമുള്ള കളേഴ്സ് ഉണ്ടോ. പലതും മാഞ്ഞു പോയിരിക്കുകയാണ്. ഇതും അതൊരു ഗോപുരമാണ്. പക്ഷെ നീ ചിന്തിക്കണം, നമ്മളിത് ഒരുപാട് താന്നിരിക്കുന്ന സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് എന്തെല്ലാം കൊത്തുപണികളുണ്ട് നോക്കേ. താഴെ തൊട്ട് മേളിൽ വരെയുള്ള കൊത്തുപണികൾ നോക്കേ. മറ്റേ നമുക്ക് ഒരിക്കലും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ടോ, ഇതിൻ്റെ ഓരോ കൊത്തുപണികളും കണ്ടോ. എല്ലാം പാറയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൊള്ളാമല്ലേ? അന്നേരം നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ഞാൻ വിചാരിച്ചിട്ട് ഫോൺ അലോഡ് അല്ലായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ അകത്ത് പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഒരുപാട് പേര് വന്ന് ചിത്രം ഫോണൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ? എന്താ ഈ ഒരു കാഴ്ച അറിയില്ലേ? ശിവലിംഗം മാത്രമേ ഉള്ളൂ. ആണ് എല്ലാം ശിവലിംഗമാണ്. ശിവന്റെ പല രൂപങ്ങളും ശിവന്റെ പല പ്രതിഷ്ഠയായിരിക്കും. ഈ മറവിൽ നിന്ന് നമുക്ക് ആ ഗോപുരം കണ്ട അങ്ങനെ ഇരിക്കുമായിരിക്കും. നമ്മളെ റീൽസിലൊക്കെ കണ്ട ആ അത്ഭുതം താണ്ട ഇവിടെ ജന്മം കൊള്ളുന്നു ഇല്ലേ? എന്താ അർത്ഥവത്തായ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അതെ അതെ, ഞാൻ ആദ്യമായിട്ട് ഇവനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവനൊരു കവിയായി മാറി. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരൂ. എനിക്ക് ഈ സമയത്തെ ഒരാളെ ഓർമ്മ വരുന്നുണ്ട്. ആരാ? പൊന്നിയിൻ സെൽവനെയാണോ? പൊന്നിയിൻ സെൽവനെയൊന്നുമല്ല, എനിക്ക് അറിയുന്നൊരു ചേട്ടനുണ്ട്. ആരാന്നറിയോ? ശ്രീധർ, വിനു ശ്രീധർ എന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കൊണ്ട് സൂര്യ ടിയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നേരം ഈ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിന്റെ ഫുൾ ഹിസ്റ്ററി പുള്ളി പറഞ്ഞു തന്നെ. അതെ, ഫുൾ ഹിസ്റ്ററിയും പറഞ്ഞു തന്നെ. കാരണം ഞങ്ങൾ ഈ ഒരു 1.5 വർഷം മുമ്പായിട്ട് ഞാൻ ഒരു നിധിശേഖരവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കാൻ പോയായിരുന്നു. അന്ന് ആ ചേട്ടൻ അവിടെ നിന്ന സ്പോട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹത്തിന് ഇത്രയും ആ ഒരു കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാകുന്നതെന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. അതുപോലെയാണ് ഇവിടെ കൊണ്ടുവന്ന അന്ന് നിർമ്മിച്ച ശില്പിയായാലും ചോളരാജാക്കന്മാരായാലും അവരെല്ലാം ഹിസ്റ്ററി നല്ല രീതിയിൽ പറഞ്ഞു തന്നെ. അതെ അതെ അതെ, അതൊരു പ്രത്യേകം കഴിവാണ് കേട്ടോ. അത് അയ്യോ പറഞ്ഞ് വിവരിക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ നമ്മൾ ഇത് കണ്ടില്ല, നേരെ കണ്ടില്ല അല്ലേ? കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന കാര്യം തന്നെ ഭയങ്കര അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇത് നിർമ്മിച്ച ആളുടെ കാര്യം നീ ചിന്തിച്ചതൊക്കെ എത്ര വർഷം എടുത്തിട്ടായിരിക്കും, എത്ര വർഷങ്ങളുണ്ടായി നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു കാണുന്ന ചെറിയൊരു പോർഷൻ പോലും ചിലപ്പോൾ വർഷങ്ങളെടുത്ത് കാണുമായിരിക്കും. എന്നാൽ ഈ കാണുന്ന ഗോപുരം പണിയെടുക്കാനോ, അതാണ് ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഗോപുരങ്ങൾ പണിയാനാണെങ്കിലോ. സത്യം.
വേറൊന്നും വേണ്ട, ഈ കാണുന്ന 4 സൈഡും കാണുന്ന മതിൽ, ചുറ്റുമതിൽ നിർമ്മിക്കാൻ തന്നെ എന്ത് സമയം എടുത്താണോ? ഇവിടെയും ശിവലിംഗം കേട്ടോ. എങ്ങനെ പോയാലും 10-100 കൂടുതൽ, 100 അല്ലായിരിക്കുമല്ലേ, അതിൽ കൂടുതൽ ശിവലിംഗം ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഈ പറയുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റിനുള്ള ചുറ്റുമതിലിനകത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഏറ്റവും വലിയ ശിവലിംഗം ഈ ക്ഷേത്രത്തിനകത്തുണ്ടെന്ന് പറയുന്നു. നമുക്ക് അത് പറ്റുമെങ്കിൽ എടുക്കാം. ഞങ്ങളിപ്പോൾ പുറത്തെ കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ യാത്ര സത്യം പറഞ്ഞാൽ അത്ഭുതങ്ങൾ തീർക്കുന്ന പല പല സംഭവങ്ങൾ കണ്ടില്ലേ. ഒന്ന് ഇവിടെയും ചെറിയൊരു ഗാർഡൻ ഉണ്ടല്ലോ, ഗാർഡനിൽ മൈതാനം ഇല്ലേ. ഒരു ഹെലിക്യാമിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. പക്ഷെ അതൊന്നും ഇവിടെ അലോഡല്ല. ഞാൻ ഫോൺ ഇപ്പോൾ കയ്യിൽ പിടിച്ചാണ് എടുക്കുന്നത്. ജിമ്പലുണ്ടായിരുന്നു, ജിമ്പൽ അലോഡല്ല. അത് തിരിച്ചു വെച്ചിട്ട് ഫോണിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റേതായ അനക്കങ്ങളും കാണും, ചരിവ് കാണും, എല്ലാം കാണും. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതെല്ലാം കവർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇനി ഒന്ന് ഒരു കാര്യം കാണിച്ചു തരാം. ഈ തൂണിലെ ഏതോ ഒരു ലിപി കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊത്തി വെച്ചേക്കുവാണ് ഈ തൂണിനകത്ത്. കണ്ടോ? തമിഴായിരിക്കും. തമിഴല്ലേ? അറിയത്തില്ല. എന്തായാലും ചിലപ്പോൾ ഇതിന്റെ ചരിത്രമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അല്ല, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തമിഴ് ലാംഗ്വേജ് ആണോ എന്ന് എനിക്കറിയില്ല. മലയാളം, ചില അക്ഷരങ്ങൾ മലയാളം ലാംഗ്വേജ് പോലെ, അല്ല മലയാള അക്ഷരം പോലെ തോന്നുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കാണുന്ന അക്ഷരങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നെങ്കിൽ പറയാം കേട്ടോ. വായിക്കാൻ പറ്റി വായിച്ച് മനസ്സിലാക്കുക. കണ്ടോ? ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഉണ്ട് കേട്ടോ. ഈ കല്ലിൽ, ഈ കാണുന്ന തൂണിൽ ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ശിവലിംഗം കേട്ടോ. ഇവിടെ ആരാധനയുണ്ട് ഇല്ലേ. എല്ലാത്തിലും ആരാധനയുണ്ട് കേട്ടോ. വിളക്ക് കത്തിക്കും, പൂവൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തൊന്ന് കയറാൻ നോക്കാം. കയറാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് കുറച്ച് അവിടെ കൂടെ പോയിട്ട് വന്നിട്ട് ക്ഷേത്രത്തിൽ കയറിയാലോ? നമുക്ക് അങ്ങോട്ട് കൂടെ പോവാം. ഫോൺ പിടിച്ച് കൈ വേദന എടുക്കുന്നു. ഈ വിരൽ വളഞ്ഞു പോയി കേട്ടോ. അയ്യ, കണ്ട, നമ്മൾ വന്ന സമയം കൊള്ളാം കേട്ടോ. ഈ സമയത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും ഭംഗിയായിട്ട് കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു സന്തോഷമുള്ള കാര്യം കാണുമ്പോൾ ഒരു വിഷമമുള്ള കാര്യമുണ്ട്. കാരണം നമ്മൾ ആ മെയിൻ ശ്രീകോവിൽ എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ മെയിൻ അമ്പലം എന്ന് പറയുന്നില്ലേ, അത് രാവിലെ കിഴക്കുന്ന് സൂര്യപ്രകാശം അടിച്ചായിരുന്നെങ്കിൽ അത് നല്ല ഇതിനെക്കാട്ടി നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. വെട്ടിത്തിളങ്ങി. ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ നമുക്ക് ഇപ്പോഴേ ഈ ഭാഗമേ കാണാൻ പറ്റില്ല. ക്ഷേത്രത്തിൻ്റെ പിറകു സൈഡ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അന്നേരം ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് കയറാൻ പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ മുൻവശത്തോട്ട് വന്നിരിക്കുകയാണ്. ബിനീഷേ, ഞാൻ സംസാരിക്കും ആവർത്തന വിരസതയോ എന്ത് പറയുന്നത്? അത് കാര്യമില്ല മോനെ. ഇതിൽ ആവർത്തന വിരസത വന്നില്ലെങ്കിലേ ഉള്ള അതിശയം. കാരണം അത്രയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയാത്ത മാത്രല്ല ഭയങ്കര അതിശയം തന്നെയാണല്ലോ. അതെ 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 അതെ, എല്ലാ അത്ഭുതങ്ങളും തന്നെയാണ്. അത്ഭുതം എന്ന് പറയും, ഇതൊക്കെയാണ് അത്ഭുതം അല്ലേ. അന്നേരം നമ്മൾ ശ്രീകോവിലിനകത്ത് കയറുമല്ലേ. ഇതാണ് നന്ദി കേട്ടോ. ഒരു വലിയൊരു നന്ദിയാണ് കേട്ടോ ആ കാണുന്ന അതിനകത്തിരിക്കുന്നത്. ഇത് കണക്ക് രാമേശ്വരം ടെമ്പിളിൽ ഒരുപാട് ഒരു വലിയൊരു നന്ദിയെ. തൃശ്ശൂര് അല്ല, മലയാളം അല്ലേ കേൾക്കുന്നത്? അതെ അതെ. നോക്കേഷ്, അകത്തോട്ടൊക്കെ ഒന്ന് കയറിട്ട് വരാം. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് കയറിട്ട് വരാം.
തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ ബൃഹദീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് ഈ തഞ്ചാവൂർ പെരിയ കോവിൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ചോള സാമ്രാജ്യത്തിൻ്റെ കാലത്ത് രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ചതാണ് ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിലും ഈ ക്ഷേത്രം ഉൾപ്പെടുന്നുണ്ട്. തഞ്ചാവൂർ പെരിയ കോവിൽ നിർമ്മിച്ചത് ചോള സാമ്രാജ്യത്തിൻ്റെ കാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 1000 ആണ്ട് മുമ്പ് രാജചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ദ്രാവിഡ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. തഞ്ചാവൂർ വലിയ കോവിലിൻ്റെ വാസ്തുവിദ്യ വളരെ സങ്കീർണവും ഗംഭീരവുമാണ്. 216 അടി ഉയരമുള്ള കോവിലിൽ അക്കാലത്ത് ഏറ്റവും വലിയ ശിവലിംഗം സ്ഥാപിച്ചിരുന്നു. അത്യപൂർവമായ ചോള ചിത്രങ്ങളും അവിടെ കാണാൻ സാധിക്കും. ഹായ് കൂട്ടരെ, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, ഞങ്ങളപ്പോൾ അമ്പലത്തിനകത്തോട്ട് കയറാൻ വേണ്ടി പോകണം. അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ? അതെ അതെ അതെ. ഞങ്ങളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ഒന്നും മറക്കാൻ ചെയ്യരുത്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബായ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. ഞങ്ങൾ യാത്ര അങ്ങോട്ട് തുടങ്ങുവാണ്. അടുത്ത അങ്ങോട്ട് പോകുന്നത് 8ാമത്തെ ജില്ല, 9ാമത്തെ ജില്ലയിലോട്ട്. അത് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അന്നേരം ഞാൻ അതിനകത്തൊരു കാര്യം വിട്ടുപോയായിരുന്നു. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തഞ്ചാവൂർ ക്ഷേത്രത്തിനകത്ത് ഒന്ന് തഞ്ചാവൂർ പെരിയ കോവിലിനകത്തുള്ള ആ ശ്രീകോവിലുണ്ടല്ലോ, ശ്രീകോവിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട്, ആ ശ്രീകോവിലിന് ഏകദേശം 216 അടിയാണുള്ളത്. ആ ഏറ്റവും മുകളിലായിട്ടൊരു പാറ ഇരിപ്പുണ്ടായിരുന്നു. ഒരു പാറ മകുടമായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല കൊത്തുപണികളോട് കൂടിയ സംഭവമാണ്. അതിന് ഏകദേശം 80 ടൺ ഭാരമുണ്ട്. 80 ടൺ. ഈ 216 അടി ഉയരത്തിലുള്ള ആ മുകളിലായിട്ട് ഇത് എങ്ങനെ ആ പാറ എടുത്ത് വെച്ചു? പക്ഷെ ഞങ്ങൾ അവിടെ പോയി വീഡിയോ എടുത്തതിന് ശേഷം പോരുന്നതിന് ശേഷമാണ് ഞാൻ ആ ഒരു കാഴ്ച കാണുന്നത്. അല്ല, വീഡിയോയ്ക്ക് അത് അല്ലെങ്കിൽ ഡീറ്റെയിൽ അറിയുന്നത്. ഞങ്ങൾ കൂടുതലായിട്ട് സ്റ്റഡി അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് കാണുന്നത് എന്താണ്, അതാണ് മെയിനായിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളൊരു വീഡിയോ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ അങ്ങനെയൊന്നും ഞങ്ങൾ സാധാരണ ചെയ്യാറില്ല. അവിടെ കാണുന്ന കാഴ്ച എന്താണ് അത് എനിക്ക് വിവരിച്ച് പറയാൻ അറിയൂ. ആ ഒരു രീതിയിലാണ് ഞാൻ തുടക്കം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയ കാലം തൊട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം എന്നെ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ അങ്ങനെയുള്ള വന്ന ഫോളോവേഴ്സാണ് നമ്മുടെ ചാനലുള്ളത്. കാരണം ഞാൻ എവിടെ സ്പോട്ടിൽ ചെല്ലുന്നു ആ സ്പോട്ടിലെ കാഴ്ചയാണ് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. കാരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസും പല ആൾക്കാർ നമ്മൾ യൂട്യൂബിൽ അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അന്നേരം അതിൽ നിന്ന് ഞാൻ ചെയ്ത് വ്യത്യസ്തമാകണ്ടേ, ആ രീതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ബിനീഷ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനെന്താ പറയാ, ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. തഞ്ചാവൂർ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അമൽചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതിന് എനിക്കും പറയാനുള്ളത്, ഞാനും ഈ കാണാപ്പാടം പഠിച്ചിട്ടൊന്നും അല്ല പറയുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു സ്വഭാവമുണ്ട്. ഞാൻ ഈ പോകുന്ന സ്ഥലത്തെ പറ്റിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കും എന്താണ് സംഭവം എന്നുള്ളത്. അല്ലാതെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്തുനിന്ന് എന്താ പറയുന്നത് ഇങ്ങനെ ചെയ്യാറില്ല. ചെല്ലുന്ന സ്ഥലത്ത് എന്താണോ കാണുന്നത് അത് പറയാണ്. നമ്മളുടെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ മാക്സിമം ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കാൻ നോക്കും. ഞങ്ങൾ അത്ഭുതത്തോടെ കാണുന്ന കാര്യങ്ങൾ അത് അത്ഭുതത്തോടെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ആ വീഡിയോ കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാ വീഡിയോയും ചെയ്യുന്നത് കേട്ടോ. എവിടെയായാലും ഞാൻ ചെയ്യുന്ന രീതിയാണ്. അല്ലാതെ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് അതേപോലെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അതിനുള്ള കഴിവുമില്ല എന്നാണ് ഞാൻ പറയാം കേട്ടോ. ഉള്ള കാര്യം പറയുവാണ്.